സാറിനെ ഇത് നാളെ SP ഓഫീസിലേക്ക് അയക്കണം. എന്താടാ? സാർ ഞങ്ങൾ കുറച്ച് ഓവറായിരുന്നു സാർ. ആ പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല സാർ. ആ പാസ്പോർട്ട് ഇങ്ങ് എടുക്കാം. ദാ സാർ പാസ്പോർട്ട്. പിടി. താങ്ക് യു സാർ. ഇനി ഇത് ആവർത്തിക്കരുത് ഇല്ല സാർ. കേട്ടോ? സാർ. ശരി സാർ. ഓക്കെ. താങ്ക് യു സാർ. വാടാ പോ. തൽക്കാലം നമ്മൾ രക്ഷ ഓക്കെ. ഇതാരുടെടാ? സിസ്റ്ററിൻ്റെ. സത്യം പറയടാ റാസ്കൽ, ഇതാരുടെയാ? സാർ എൻ്റെ സിസ്റ്ററിൻ്റെതാ. നിന്റെ സിസ്റ്ററിന്റെ പേരെന്താ? പേര് എന്താ? രാധിക. സത്യം പറയടാ. പ്ലീസ് പ്ലീസ് സാർ പ്ലീസ്. ഞാൻ എല്ലാം പറയാം സാർ, ഉപദ്രവിക്കരുത് പ്ലീസ് സാർ. പ്ലീസ്. ഞാൻ പറയാം ഒരബദ്ധം പറ്റിപ്പോണ് സാർ. സാർ പ്ലീസ് സാർ ഞങ്ങളെ രക്ഷിക്കണം സാർ പറയടാ. പറഞ്ഞ എന്തുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാം. ഇല്ലെങ്കിൽ 4 കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും സാർ. പ്ലീസ് സാർ പ്ലീസ് പ്ലീസ്. സാർ മനഃപൂർവ്വം ചെയ്തതല്ല, ഒരബദ്ധം പറ്റിപ്പോയതാ. രക്ഷിക്കണം സാർ. സാർ കേറ്. സാർ അകത്തോട്ട് കേറ്. കേറാൻ. ഓട്. നടക്ക്. ഡോ, വെള്ളോടി കേസാ. അവന്മാര് കുറച്ചേരം അവിടെ കിടക്കട്ടെ ശരി സാർ. കേട്ടോ? സാർ. നീ വാ. ആ വീടിന് കീട്. ഇതാ സാർ. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ മരിച്ചിട്ടില്ലേ? എന്നെ രക്ഷിക്കണം സർ. ഓക്കെ. ഏതായാലും നീ കൂടുതൽ ഒച്ച വെക്കണ്ട. അവരുടെ ധാരണയിൽ നീ മരിച്ചിരിക്കുക. നമുക്ക് അവരെ ഒന്ന് ചുറ്റിക്കണ്ടേ? നീ ഇതെവിടെ പോന്നു? പുറത്തിരിക്കുന്ന പയ്യൻ കേട്ടാ ഞാൻ ഈ രാത്രി ബുദ്ധിമുട്ടി വന്നത് വെറുതെ ആവില്ലേ? അടങ്ങി നിക്കടി. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അടങ്ങി നിക്ക. അടങ്ങി നിക്ക.
നിക്കടെ അവിടെ. വേണ്ട. എന്നെ ദേഷ്യം പിടിപ്പിക്കാത്ത. ശബ്ദം ഉണ്ടാക്കടി. അടങ്ങി നിക്ക്. എങ്ങനെ മനസ്സ് വന്നടാ ആ പാവത്തിനോട് അങ്ങനെ ചെയ്യാൻ? നീയൊക്കെ എന്താ ഡൽഹി ആവർത്തിക്കുക? സർ ഞങ്ങളെ രക്ഷിക്കണം സർ. ഞാനൊന്ന് ആലോചിക്കട്ടെ. സെക്ഷനും വകുപ്പൊക്കെ നോക്കിയാൽ 4 പേരും അഴിയുന്നു. പിന്നെ ഒരു 10-12 വർഷത്തേക്ക് പുറം ലോകം കാണില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ തൂക്ക് കയറായിരിക്കും. നിങ്ങളെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് നല്ല പേരാവും. പക്ഷേ ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്തിനാ വെറുതെ നിനക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കുന്നേ? നീയൊക്കെ കൊച്ചു പിള്ളേരല്ലേ? ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളെ വിട്ടയക്കാം. ആ. ആദ്യം ആ വണ്ടി പൊളിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി സ്ക്രാപ്പിന് കൊടുക്കണം. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ തൽക്കാലം നിങ്ങൾ 3-4 മാസം ഇവിടുന്ന് മാറി നിൽക്കുകയും വേണം. അതിന് പറ്റിയൊരു സ്ഥലം ഞാൻ തന്നെ സംഘടിപ്പിച്ചു തരാം. പിന്നെ ആ ബോഡി നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് മാറ്റണം. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ, ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം. അവിടെ കൊണ്ട് തട്ടിയാരേ. ശരി സർ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ചെയ്യാം സർ. പിന്നെ എനിക്കൊരു 15 ലക്ഷം രൂപയും. എന്താടാ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ഇവിടെ കിടന്ന് പൊങ്ങിയ ചവിട്ടിക്കൂട്ടി മൂലക്കിടും ഞാൻ. ആ ഇറങ്ങ. കേശവൻ ചേട്ടാ, ഇവനെ പിടിച്ച് അകത്തിട്ടരെ. ഞാൻ എസ്ഐയുടെ മുറി കാണും. എന്താടോ? സർ, 2 പേര് കാണാൻ വന്നിട്ടുണ്ട്.
ആരാ ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് കാണാൻ വന്നിരിക്കുന്നേ? ശരി, വരാൻ പറ.